പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നാളെ നമ്മൾ FC എൻജിൻ പണിക്കിടുകയാണ്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാനുണ്ട്, പിന്നെ സ്പെയർ കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട്, അത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പിസ്റ്റൺ സിലിണ്ടർ കിറ്റിന് എന്ത് റേറ്റ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതേമാതിരി ടൈം എഞ്ചിന് അങ്ങനെയുള്ള സംഗതികൾക്ക് എന്ത് റേറ്റ് വരുന്നുണ്ടെന്ന് അന്വേഷിക്കണം. പിന്നെ അതുപോലെ എന്താണ് ഇപ്പോഴുള്ള സിലിണ്ടർ, വണ്ടിമേൽ നിലവിലുള്ള സിലിണ്ടർ തന്നെ നമുക്ക് ലെയ്ത്ത് കൊടുത്തിട്ട് പവർ ചെയ്ത് കൊണ്ടുവരുന്ന ആ പരിപാടിയാണോ നല്ലത് എന്നൊക്കെ ചോദിക്കാണ്ട് അന്വേഷിക്കാണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എഫ്സെഡിന്റെ ഹെഡും പിസ്റ്റൺ ചെയ്യാത്രാവും അല്ല, പഴയ മോഡല് 16 പഴയ മോഡല് അതായത് പിസ്റ്റണും ആ ആ ആ ആ ഉള്ളിൽ വരും. ആ ആ കുറയും. ഏകദേശം എത്ര കുറയും? ഏകദേശം എത്ര കുറയും? ഹെഡ് മാത്രമാണെങ്കിലോ? ഹെഡ് മാത്രം ചെയ്യാന് പിസ്റ്റണ് ഒറിജിനൽ ഹെഡ് മാത്രം, പിസ്റ്റണ് ചെയ്യണില്ല, ഹെഡ് മാത്രമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഹെഡ് ചെയ്യാൻ 1400 രൂപ, അതായത് ഹെഡിൻ്റെ ഫുള്ള് വർക്ക്. അപ്പോൾ ചില ഹെഡിൻ്റെ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1500 റുപ്യ വരും. 1400 1500 ആ റേഞ്ച് വരും. പിന്നെ പിസ്റ്റൺ ചെയ്യാൻ 1300 ആ റേഞ്ചാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 300 റുപ്യ തന്നെ. പൊടി കണ്ണിലും മൂക്കിലൊക്കെ പൊടിയാണല്ലോ. ഈ വണ്ടി ഇങ്ങനെ ഓവർടേക്ക് ചെയ്യണം, ഇതിൻ്റെ പുറകെ പോയാലേ ഫുള്ള് പൊടിയാവും. അപ്പോൾ അത്രയാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ പുതിയ കിറ്റ് വാങ്ങണത് ഞാൻ വാങ്ങണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പുതിയ കിറ്റ് എന്തായാലും വാങ്ങിയാലും ഹെഡ് ക്ലീൻ ചെയ്യാൻ എന്തായാലും കൊടുക്കണം. അപ്പോൾ പിന്നെ ഇപ്പം ബഡ്ജറ്റ് കുറവുണ്ട്, പൈസ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. എവിടാ ആദ്യം പോയ ഷോപ്പിൽ ഒറിജിനൽ ഇല്ല. ഇവിടെ അപ്പുറത്ത് വേറെ ഷോപ്പുണ്ട്, അവിടെ നിങ്ങൾ പോയൊക്കെ. എഫ്സെഡിന്റെ ചെയിൻ ഷാഫ്റ്റ് ഉണ്ടോ? ഷാഫ്റ്റ് ഒറിജിനൽ റേറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ ലോക്ക് ഉണ്ടല്ലോ, സ്പോക്കറ്റും ലോക്ക്, ഫ്രണ്ടിലത്തെ ലോക്ക്. ഇത് ഒറിജിനലാ? പിന്നെ ഒരു അന്നാബോണ്ട് പശല്ലേ? ഏതാ? ക്ലിയറാ? ഒറിജിനൽ എടുത്താളെ. ബില്ലടിച്ചാളെ. 1200 അല്ല? 1200 കേറിട്ടോ. ഫോണിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പാക്കിങ് വാങ്ങാണ്ട്, പാക്കിങ് ഇനി ഏതൊക്കെ വേണമെന്ന് നോക്കിയിട്ട് നാളെ പോയിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്. പണിയെടുക്കുമ്പോൾ പോയിട്ട് വാങ്ങാന്ന് വിചാരിക്കുന്നുണ്ട്.
ബാക്കി ഷാഫ്റ്റ് വാങ്ങി, ടൈമിംഗ് ചെയിൻ വാങ്ങി, പിന്നെ സ്പോക്കറ്റിന്റെ ഫ്രണ്ടിലെ സ്പോക്കറ്റ് വാങ്ങി. എല്ലാം കൂടി 1200 രൂപയുണ്ട്. കൂട്ടുകാരെ അങ്ങനെ FC പണിക്ക് കയറ്റി ടാങ്ക് അയച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അയക്കാണ്ട്. നമ്മുടെ വണ്ടി പണിയെടുക്കുന്ന മെക്കാനിക്കിൻ്റെ കയ്യിലുള്ള വണ്ടിയും FC ആണ്. അപ്പോൾ ഞങ്ങൾ FC കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ മിസ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മൂപ്പരെ വണ്ടി ഇതേപോലെ മിസ്സിങ് ഉണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു പുതിയൊരു കാർപ്പറേറ്റർ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് വെച്ച് നോക്കണം. ഇതാ ഈ കമ്പനീൻ്റെ കാർപ്പറേറ്ററാണ്. ഇത് ആക്സസിൻ്റെ ആണ്. ഇതേപോലെ തന്നെ FZൻ്റെയും യൂണിക്കോണിൻ്റെ ഒക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് വെച്ച് ചെക്ക് ചെയ്യണം. നമ്മളെ സക്സസ് ആയാൽ നമുക്ക് ഒരാളോട് നേരിട്ട് പറയാലോ. എന്താ കേട്ടോ പുള്ളിക്കാരൻ പറയണത്, നമ്മളത് വെച്ചിട്ട് പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറുള്ളവരോടും പറയാമല്ലോ, കുഴപ്പമില്ലാന്ന്. അപ്പോൾ മൂപ്പര് പെട്ടെന്ന് തന്നെ മൂപ്പരിത് മാറ്റുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് മാറ്റുന്നിട്ട് എന്താ പാട് എന്നുള്ളത്, കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, മിസ്സിങ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നോടും പറയുന്ന എനിക്കും വെക്കാമെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. മൂപ്പര് വെച്ചിട്ട് മൂപ്പര് എന്താ പറയണമെന്ന് നോക്കുക. അപ്പോൾ ഇത് ഹെഡും സിലിണ്ടറൊക്കെ അയച്ചു തുടങ്ങി. ഇത് അയച്ചിട്ട് നോക്കിയിട്ട് ലെയ്ത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ലെയ്ത്ത് കൊണ്ടുപോയിട്ട് ചെയ്ത് കൊണ്ടുവരണം. എന്താ അവസ്ഥ? ഫസ്റ്റാ ചെയ്യല്ലേ? ചെയ്താൽ സെറ്റാവും. പുതിയ സിസ്റ്റം വരുമ്പോൾ ഇതുമൊരു 25 എന്നുള്ളത് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെയ്യണത് 50 വരും, പിന്നെ 75 അങ്ങനെ വരാം. 25-50 ചെയ്യാൻ പ്രശ്നം വരൂല. ഇത് സ്റ്റാൻഡേർഡ് സംഭവിച്ചിട്ടില്ല. ഏത് അല്ല, ഇത് സിസ്റ്റം ഓൾറെഡി പോയിണ്. ഇനിയിപ്പോൾ ഇതിന്റെ വേറെ വെൽഡ് ചെയ്ത് കണ്ട് കയറ്റി ചെയ്യുള്ളൂ. രണ്ട് ദിവസം കളർ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് അയച്ച് പീസാക്കി ഇനി മറ്റേ ഷാഫ്റ്റ് അതിൽനിന്ന് നമ്മൾ വെൽഡ് ചെയ്തില്ല, അതിൽനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. കുറച്ച് റിസ്ക് പിടിച്ച പണിയായിരുന്നു. കാരണം നല്ല വെൽഡിങ് ആണ് ചെയ്തത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മറ്റേ സ്റ്റീൽ വെൽഡിങ് അല്ലേ ചെയ്തത്, അത് നല്ല പിടുത്തുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് കട്ട് ചെയ്ത് എടുത്ത് ഒഴിവാക്കിയത്.
അതിൻ്റെ ഇടയ്ക്ക് ഹെഡും പിസ്റ്റണും ലൈത്തിൽ നിന്ന് റെഡിയാക്കി കൊടുന്ന് വന്നിട്ടുണ്ട്. ഇനി ഷാഫ്റ്റ് ഫിറ്റാക്കിയിട്ട് പിന്നെ ഇതും സെറ്റ് ചെയ്യാണ്ട്. അങ്ങനെ ഷാഫ്റ്റൊക്കെ മാറ്റി. ഇതാണ് പഴയ ഷാഫ്റ്റ്, പുതിയ ഷാഫ്റ്റ് ഇട്ടു. ഇനി എൻജിൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഫിറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. പിസ്റ്റൺ സിലിണ്ടറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹെഡ് സെറ്റ് ചെയ്യാണ്ട്. എൻജിനൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ പുതിയ ഓയിൽ ഒഴിക്കുകയാണ്. പുതിയ ഓയിൽ ഒഴിച്ച് പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടു. ഒരു അരമണിക്കൂർ സ്റ്റാർട്ടിങ്ങിലിട്ടു. സ്റ്റാർട്ടിങ്ങിലിട്ടതിന് ശേഷം ഇപ്പോൾ കാർപ്പറേറ്ററൊക്കെ ട്യൂൺ ചെയ്ത് റെഡിയാക്കുകയാണ്. കാർപ്പറേറ്ററൊക്കെ ട്യൂൺ എല്ലാ പരിപാടിയും കഴിഞ്ഞു. വണ്ടിൻ്റെ ടാങ്ക് കവറും സീറ്റും ഒക്കെ സെറ്റാക്കി വണ്ടി ഇന്ന് കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം ആയിക്കണേ. ഇനി നാളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കണം കയറ്റവും പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന്. കൂട്ടുകാരെ, FC വർക്ക് കഴിഞ്ഞു. പിന്നെ അപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൗണ്ടൊക്കെ കുറേ മാറിയിട്ടുണ്ട്. മറ്റേ ആദ്യത്തിനെക്കാട്ടി നല്ല ഒരു ആരംഭിച്ചുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്.
അതുപോലെ ഞാൻ സ്ഥിരമായിട്ട് കയറ്റുന്ന ഒരു കയറ്റുണ്ട്, ആ കയറ്റം നമുക്ക് കയറ്റി നോക്കാം, വലിയൊക്കെ കൂടി ഉണ്ടോയെന്നൊക്കെ അറിയാമല്ലോ. ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞത് 40-50 സ്പീഡിൽ പോവുക, അതിൽ കൂടുതൽ പോകരുത്, 1000 കിലോമീറ്റർ വരെ അങ്ങനെ പോകണമെന്നാണ് പറഞ്ഞത്. അത് ആ കാണുന്ന കയറ്റുണ്ടല്ലോ, ആ കയറ്റം എൻജിൻ പണി എടുക്കണതിൻ്റെ മുൻപൊക്കെ ഇവിടുന്ന് സ്പീഡിൽ വന്നാലും അത് പകുതി എത്തുമ്പോഴത്തിന് പിന്നെ സെക്കൻഡ് ഫസ്റ്റ് കിട്ടിട്ട് മെല്ലെ ആയിരുന്നു പോയിരുന്നത്. ഫസ്റ്റ് കിട്ട് മെല്ലെ പോയി അങ്ങനെയായിരുന്നു കയറ്റം കയറിയത്. ഇപ്പോൾ തേർഡിലാണ്. ഈ ഗിയറിൽ നമ്മളിത് വലിപ്പിച്ച് വെക്കുക. കണ്ടാ, തേർഡിൽ നല്ലാണെങ്കിലും വലിഞ്ഞ് കയറുന്നുണ്ട്. ആദ്യം ഇങ്ങനെ കയറുന്നില്ലായിരുന്നു. ഇപ്പോൾ വണ്ടി വലി കൂടിയിട്ടുണ്ട്. ആ ഒരു കയറ്റം മാത്രമല്ല കേട്ടോ, വേറെ 1-2 കയറ്റമൊക്കെ ഞാൻ കയറ്റി നോക്കി. അപ്പോൾ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വലിയുണ്ട്. ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ആദ്യം വലിഞ്ഞിരുന്ന കയറ്റമാണ്, അതൊക്കെ ഇപ്പോൾ ഫോർത്തിലൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇനി FC പണിയാൻ ടോട്ടൽ എത്രയായി എന്നറിയണ്ടേ? 3300 വർക്ക്ഷോപ്പിലായിട്ടുണ്ട്. പിന്നെ സ്പെയർ സാധനങ്ങളൊക്കെ വാങ്ങിയത് 4150. ടോട്ടൽ ഒരു 7500 അത്രയായി. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.